ബോച്ചയുടെ കഴുത്തിൽ പിടിച്ച് തള്ളുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അത്ര വലിയ കുറ്റമൊന്നുമല്ലല്ലോ ബോച്ച ചെയ്തത്. ഇത്രയൊക്കെ നടന്നിട്ടും ഇപ്പോഴും ബോച്ചയ്ക്ക് കുട പിടിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഹണിറോസ് ബോച്ച വിഷയത്തിൽ ഇപ്പോൾ ബോച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീം. ഷിയാസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആ വിഷയത്തിൽ എന്ത് പറയാനാണ്? എനിക്ക് ഭയങ്കര വിഷമം തോന്നി. സ്ത്രീകളെ പറയുന്നതൊരു വിഷയമാണെങ്കിൽ പോലും ഈ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയുള്ള സ്ഥലമാണ്. അതിനുള്ള വിട്ടുവീഴ്ചയാകാം. ബോച്ചയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നന്നാക്കാനൊന്നും നമ്മൾക്കാകില്ല. പിന്നെ അദ്ദേഹം ജയിലിൽ പോയി, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ കൊലപാതകം ചെയ്ത ആളുകളോ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് പിടിച്ചാൽ പോലും ജയിലിൽ പോകുന്നില്ല. അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം. ബോഡി ഷേമിംഗ് തെറ്റായ കാര്യമാണ്. പക്ഷേ കമൻ്റ് അടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നതിനോട് യോജിപ്പില്ല. ഒരു സ്ത്രീയെ മോശം പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. പക്ഷേ ഭീകരമായി തെറ്റ് ചെയ്യുന്നവരല്ലേ പോകുന്നത്. അന്ന് എനിക്കെതിരെയും ഫേക്കായ ഒരു കേസ് വന്നിരുന്നു. അന്ന് ഞാനും ചിന്തിച്ചത് ഒരു ദിവസം ജയിലിൽ പോകുന്നതും 100 ദിവസം അവിടെ കിടക്കുന്നതുമൊക്കെ ഒരുപോലെ എന്നാണ്. പക്ഷേ ഇപ്പോൾ അയാൾക്ക് അതിൻ്റെ കുറ്റബോധം കാണും. ഇനി ഇത് ആവർത്തിക്കരുതെന്ന് താക്കീതാകാമായിരുന്നു. ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചാൽ ഉറപ്പായും ജയിലിൽ പോകണം. പക്ഷേ ഈ വിഷയത്തിൽ ജയിൽ പോയതിനോട് എനിക്ക് യോജിപ്പില്ല. ഭീകരമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആളുകളെ ഇടിച്ചിടുന്ന കേസുകളല്ലേ അപ്പോഴും ലൈസൻസ് കട്ടാകുന്നതേ ഉള്ളൂ. എങ്കിലും ഇത് ഇത്തിരി കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ അവർ ഭീകരമായി മുതലെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കേസുകളിലുമല്ല, ചില കേസുകളിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ഇടുന്നതിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞാൻ ഹണിയുടെ ആ ഭാഗത്തോട് യോജിക്കുന്നു. പക്ഷേ 14 ദിവസം റിമാൻഡ് ചെയ്യേണ്ട കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നാണ് തന്റെ സംശയമെന്നാണ് ഷിയാസിന്റെ വാക്കുകൾ. കൊടും ക്രിമിനൽസ് ഇവിടെ വിലസുമ്പോൾ നല്ല പ്രായമുള്ള അദ്ദേഹത്തെ കഴുത്തിൽ പിടിച്ച് തള്ളുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. അത്ര വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. കമന്റ് അടിച്ചതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെയും ഹണിയുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ എന്നെ കുറ്റം പറയാൻ ഉറപ്പായും ആളുകൾ കാണും. പക്ഷേ വീഴ്ച ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കാതെ ഒന്നും ഇവിടെ പ്രാപ്യമല്ല എന്നാണ് ഷിയാസ് പറയുന്നത്. അതേസമയം കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. അതുവരെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ തന്നെ തുടരും. തന്റെ അറസ്റ്റ് നിയമപരമല്ല എന്ന വാദമായിരുന്നു ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചത്. മജിസ്ട്രേറ്റ് കോടതി രേഖകൾ കൃത്യമായി തന്നെ പരിശോധിച്ചില്ലെന്നും അപ്പീലിൽ ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പരാതിക്കാരിയെ ദീർഘകാലമായി അറിയാമെന്ന് ബോബി പറഞ്ഞിരുന്നു. എന്നാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യം എന്താണ് എന്നായിരുന്നു ഹൈക്കോടതി തിരിച്ചു ചോദിച്ചത്. പൊതുയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നും കോടതി ചോദിച്ചിരുന്നു. ഇതോടെ ബോബി ചെമ്മണ്ണൂർ സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഇക്കാര്യത്തിൽ താൻ ഉറപ്പ് നൽകുമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കാക്കനാട്ടെ ജയിലിലാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.